ഒരു ചുരിദാർ വെച്ചിട്ട് 40 ചെസ്റ്റിൻ്റെ ഒരു ചുരിദാറാണ് ഞാനിവിടെ നിവർത്തിയിട്ടിരിക്കുന്നത്. ലാർജ് സൈസിലെ ഒരു ചുരിദാറാണ് ഞാനിവിടെ ഇങ്ങനെ നിവർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവുകളും എടുത്തിട്ട് നമുക്കൊരു ചുരിദാർ കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ അളവൊന്നെടുക്കണം. അളവെടുക്കാൻ ഞാൻ ഇട്ടേക്കുന്നത് ഇച്ചിരി ലെങ്ത് ഉള്ളൊരു കുർത്തിയാണ്. ഇച്ചിരി നല്ല ലെങ്ത് ഉള്ളൊരു കുർത്തിയാണ്. അതേപോലെ സൈഡിൽ സ്ലിറ്റുള്ള കുർത്തിയാണ്. അപ്പം നമുക്കിതിൻ്റെ അളവൊന്നെടുക്കാം. അപ്പം അതിൻ്റെ ആദ്യത്തെ അളവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കണം. ആദ്യം ഷോൾഡറിൻ്റെ അവിടെ ടേപ്പിൻ്റെ അവിടെ ഒന്ന് പിടിച്ചിട്ട് താഴോട്ട് നമ്മുടെ താഴെ എവിടെ വരെയാണോ ഇതിൻ്റെ ലെങ്ത് ആ ലെങ്ത് ഒന്നേ എടുക്കുക. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ഇഞ്ചാണ് ഈ കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം 47 മാത്രം പോരാ, 1/2 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡറിന് എടുക്കും. താഴെ 1 ഇഞ്ച് വേണം. അപ്പോൾ 47-ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ഇട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. നമ്മൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഇത്രയും അളവുകൾ ഒരു ബുക്കിലോട്ട് ആദ്യം ഒന്ന് എഴുതി വെക്കുക. ആദ്യം നമ്മൾ എഴുതേണ്ടത് ലെങ്ത് എഴുതണം. പിന്നെ അടുത്തത് നമ്മൾ എഴുതേണ്ടത് ഷോൾഡർ, നെക്ക് വിഡ്ത്തിനാണ് ഞാൻ NW എന്ന് എഴുതിയിരിക്കുന്നത്. അത് നെക്ക് വിഡ്ത്ത് എന്നാണ്. അത് ഞാൻ എഴുതിയപ്പോൾ അതിലങ്ങ് എഴുതിപ്പോയതാണ്. പിന്നെ നമുക്കുള്ളത് ആം ഹോൾ ലെങ്ത്. ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു തരാം. ആം ഹോൾ ലെങ്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത് അതാണ് FNL എന്ന് എഴുതിയിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്നാണ്. അതേപോലെ BNL എന്ന് എഴുതിയിരിക്കുന്നത് ബാക്ക് നെക്ക് ലെങ്ത്. L എന്ന് എഴുതിയിരിക്കുന്ന എല്ലാം ലെങ്ത് ആണ്. ബാക്ക് നെക്ക് ലെങ്ത്. അതേപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ടാണ്. 6 എന്ന് എഴുതിയിരിക്കുന്നത് റൗണ്ട് എന്ന് വായിക്കണേ. ചെസ്റ്റ് റൗണ്ട്. അടുത്തത് വേസ്റ്റ് ലെങ്ത്. പിന്നുള്ളത് വേസ്റ്റ് റൗണ്ട്. അടുത്തത് ഹിപ്പ് ലെങ്ത്. അടുത്തത് ഹിപ്പ് റൗണ്ട്. പിന്നെ നമുക്കുള്ളത് സ്ലിറ്റാണ്. സ്ലിറ്റ് റൗണ്ട്. അടുത്തത് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്. അതാണ് സ്ലീവ് L എന്ന് എഴുതിയിരിക്കുന്നത് ലെങ്ത്. പിന്നെ നമ്മുടെ മുകൾ വശത്തെ സ്ലീവിൻ്റെ റൗണ്ട്. സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ റൗണ്ട്. പിന്നെ താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട്. പിന്നെ നമ്മുടെ ഷോർട്ട് സ്ലീവ്. ഇതിപ്പം ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ചുരിദാറിൽ 3/4 അളവ് കിട്ടണമെങ്കിൽ നമുക്ക് ഷോർട്ട് സ്ലീവിൻ്റെ ലെങ്തും അതിൻ്റെ റൗണ്ടും കൂടെ വേണം. അതേപോലെ ഞാൻ ഒരു ഇതൂടെ എഴുതുവാണ്. ഷോർട്ട് സ്ലീവ് റൗണ്ട്. അതും കൂടെ എഴുതിയേക്കണേ. ഷോർട്ട് സ്ലീവ് ലെങ്ത് എഴുതി, അതേപോലെ ഷോർട്ട് സ്ലീവ് റൗണ്ടും കൂടെ ഒന്ന് എഴുതിയേക്കണേ. അപ്പോൾ ഇതിൻ്റെ നമ്മളെല്ലാം അളവെടുത്തൊന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ലെങ്തിൻ്റെ അവിടെ നമ്മൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 47 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ അളവെടുത്തപ്പോൾ നമുക്ക് 47 ഇഞ്ച്. അപ്പോൾ ആ 47 ഇഞ്ച് മാത്രം പോരാ, മുകളിൽ 1/2 ഇഞ്ചും താഴെ 1 ഇഞ്ചും കൂടെ കൂട്ടി 1.5 ഇഞ്ച്. 47 + 1.5. 47 1 48, പിന്നെ അരയും കൂടെ കൂട്ടി 48.5. ഷോൾഡർ അല്ലേ? ഷോൾഡർ എടുക്കാം. എടുക്കാൻ പോകുന്നത് ഷോൾഡറാണ്. അപ്പം ഷോൾഡറിൻ്റെ നമ്മുടെ തയ്യൽ എവിടെ വരുന്നതെന്ന് നോക്കണം. ഷോൾഡറും സ്ലീവുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു തയ്യലുണ്ട്, കണ്ടോ? ഈ ഭാഗത്താണ് കണ്ടോ അതിൻ്റെ തയ്യൽ വരുന്നത്. ഒന്ന് എടുക്കാം. നമുക്ക് എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണേ. ഷോൾഡറും ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഒന്നും ചുളിവൊന്നും വരാൻ പാടില്ലേ. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ. നമുക്കിങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നത് 14 ഇഞ്ചാണ്. ഈ 14ൻ്റെ ഹാഫ് എടുക്കണം. 7 ഇഞ്ച് കിട്ടും. 14ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 ഇഞ്ച് കിട്ടും. ഷോൾഡറിൻ്റെ ഭാഗത്ത് 7 ഇഞ്ച് വരുമ്പോൾ 7 ഇഞ്ച് മാത്രം പോരാ, ഒരു 1/2 ഇഞ്ചും കൂടെ ഇടണം. നമുക്ക് പിന്നെ അടുത്ത് എടുക്കാനുള്ളത് നെക്കിൻ്റെ വിഡ്ത്ത്. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. ഈ ഭാഗത്താണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നമുക്കൊന്ന് നോക്കാം എത്രയുണ്ട്. അതും കറക്റ്റ് 7 ഇഞ്ചുണ്ട്. പകുതി എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. അപ്പോൾ 7ൻ്റെ പകുതി എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. അപ്പോൾ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത്. അടുത്തുള്ള എടുക്കേണ്ടത് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്.
ഈ ഭാഗത്തെ ആം ഹോളിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അവിടെ ടേപ്പ് ഒന്ന് വെക്കുക. ടേപ്പ് ഒന്ന് വെച്ചിട്ട് നേരെ അങ്ങ് ടേപ്പ് ഇടുക. ടേപ്പ് ഇട്ടു. ഇനി എന്നിട്ട് നമുക്ക് ഈ ചെസ്റ്റിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെസ്റ്റൊക്കെ തയ്ച്ച ആ പോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഈ സ്കെയിൽ ഇതേപോലൊരു കൊച്ചൊരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് നേരെ വെക്കുക. നേരെ വെക്കുമ്പം കണ്ടോ കറക്റ്റ് നേരെ വെക്കുക. ഈ ടേപ്പ് ഒരു കാരണവശാൽ വളഞ്ഞും പൊളഞ്ഞും പോകരുത്. ടേപ്പും നേരെ ആയിരിക്കണം. അതേപോലെ നമ്മൾ ഈ വെക്കുന്ന സ്കെയിലും നേരെയാകണം. അപ്പം നമുക്ക് കണ്ടോ കറക്റ്റ് 8 ഇഞ്ചാണ് ഇതിൻ്റെ ആം ഹോളിൻ്റെ ലെങ്ത്. അപ്പം ഞാൻ ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ അവിടെ 8 ഇഞ്ച് എഴുതുവാണേ. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ള ഫ്രണ്ട് നെക്ക് ലെങ്ത് അതൊന്ന് നമുക്കൊന്ന് അളക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് എത്രയുണ്ടെന്ന് ഇതിൻ്റെ നെക്കിൻ്റെ ആ ഭാഗം ഫ്രണ്ട് നെക്കിൻ്റെ ആ ഭാഗത്ത് കൊണ്ട് ടേപ്പ് വെച്ചിട്ട് അപ്പോഴും നമ്മളൊരു സ്കെയിൽ എടുക്കണം. ടേപ്പ് താഴോട്ട് വെച്ചിട്ട് നമ്മളൊരു സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ എത്ര ഇറക്കം ഉണ്ടെന്നൊന്ന് നോക്കണം. കറക്റ്റ് എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കണം. എത്രയുണ്ട്? ഇത് 5 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം കിട്ടുന്നത്. ഇതുപോലെ ടേപ്പ് പിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഒന്ന് നോക്കണം. ഇത് എത്ര ഇഞ്ചുണ്ട്? 5 ഇഞ്ചാണ് ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. അപ്പം ഞാൻ 5 ഇഞ്ച് എഴുതി. ഇനി നമുക്ക് അടുത്ത് എഴുതാനുള്ളത് ബാക്ക് നെക്ക് ലെങ്ത്. അതും സിമ്പിളാണ്. ബാക്കിന് അതേപോലെ തന്നെ ടേപ്പ് പിടിച്ചിട്ട് ഈ സ്കെയിൽ ഇങ്ങനെയൊന്ന് പിടിച്ച് കഴിയുമ്പോൾ 3.5 ഇഞ്ചാണ് നമ്മുടെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്. അപ്പോൾ അത് നമ്മൾ എഴുതി. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് 3.5 ഇഞ്ച്. ഇനി നമുക്ക് അടുത്ത് എടുക്കാനുള്ളത് ചെസ്റ്റിൻ്റെ റൗണ്ട്. ചെസ്റ്റിൻ്റെ റൗണ്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ചുരിദാർ നല്ല വൃത്തിക്ക് ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല ഭാഗത്ത് ടേപ്പ് പിടിക്കുക. ടേപ്പ് പിടിച്ചിട്ട് അങ്ങേ അറ്റത്തെ ആ ഭാഗം വരെ ഉള്ളത് എടുക്കണം. എത്രയുണ്ട്? 19.4 എനിക്കിവിടെ ഈ ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 19.4. കറക്റ്റ് നോക്കാം. കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഇതൊന്ന് പിടിച്ചിട്ടിട്ട് 19.4 ഒരു പോയിൻ്റ് 19.5 ഇതിപ്പോൾ കറക്റ്റ് പിടിച്ച് നോക്കിയാൽ മതി. കറക്റ്റ് എടുക്കുമ്പോൾ 19.5 കൂടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ചെസ്റ്റിൻ്റെ റൗണ്ട് എഴുതുന്നത് 19.5. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് എഴുതാം. നമ്മുടെ വേസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. വേസ്റ്റ് ഭാഗം വരുന്നത് നമുക്ക് 13-14 ആയിരിക്കും വേസ്റ്റിൻ്റെ ലെങ്ത്. ഞാനിപ്പോൾ എടുക്കുന്ന വേസ്റ്റിൻ്റെ ലെങ്ത് 14 ഇഞ്ച്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് താഴോട്ട് 14 ഇഞ്ച് എവിടെ വരുന്നതെന്ന് നോക്കണം. അപ്പോൾ എനിക്ക് 14 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഈ 14 ഇഞ്ച് ഇവിടെ വരും. എന്നിട്ട് ഈ ഭാഗത്തെ വണ്ണം എടുക്കണം. അതാണ് വേസ്റ്റിൻ്റെ ലെങ്ത്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റിൻ്റെ ലെങ്ത് എത്രയാണ്? 14 ഇഞ്ച്. ഈ 14 ഇഞ്ചിൻ്റെ വണ്ണം എടുക്കണം. അപ്പോൾ ഈ 14 ഇഞ്ച് ഇവിടെയല്ലേ വരുന്നത്. ഈ 14 ഇഞ്ചിൻ്റെ വണ്ണം എടുക്കണം. ഈ 14 ഇഞ്ചിൻ്റെ വണ്ണം വരുമ്പം ഇവിടെ കറക്റ്റ് 17.25 വരുന്നുണ്ട്. 17.25. അപ്പോൾ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 17.25. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എടുക്കാനുള്ള എന്തുവാ? ഹിപ്പിൻ്റെ ലെങ്ത്. ഹിപ്പിൻ്റെ ലെങ്ത് എടുക്കാൻ വേണ്ടി ആദ്യം ടേപ്പ് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് താഴോട്ട് എടുക്കണം. എന്ന് വെച്ചാൽ താഴോട്ട് അങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് നമ്മൾ കണ്ടോ ഈ ഭാഗത്താണ് നമ്മുടെ ഈ സ്റ്റിച്ച് വരുന്നത്. കണ്ടോ ഈ ഭാഗത്താണ് നമ്മുടെ സ്ലിറ്റിൻ്റെ തയ്യൽ വന്ന് നിൽക്കുന്നത്. ആ ഭാഗത്തെ ലെങ്താണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഭാഗത്ത് നമ്മൾ ഈ സ്കെയിൽ അങ്ങോട്ട് നേരെ വെക്കുക. നേരെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 ഇഞ്ച്. അപ്പോൾ ഹിപ്പിൻ്റെ ലെങ്ത് എന്നുള്ളത് 20 ഇഞ്ച്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഹിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. 20 ഇഞ്ച് ഞാൻ എടുത്തു. ചിലപ്പോൾ ഞാൻ ചില കുർത്തിയിലൊക്കെ തയ്ക്കുന്നത് 21 ഇഞ്ച്. എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ 21 ഇഞ്ചെന്നാണ്. 20 ഇഞ്ച് എടുക്കാം, 19 ഇഞ്ച് എടുക്കാം, 21 ഇഞ്ച് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്.
19 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇച്ചിരി കയറിപ്പോകും. ഇപ്പോൾ എല്ലാവർക്കും ഇച്ചിരി സ്ലിറ്റ് ഇച്ചിരി മേളിലോട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 19 എടുക്കാം, 20 എടുക്കാം, 21 എടുക്കാം. 21 കൂടുതൽ എടുക്കരുത്, അപ്പം നമുക്ക് ഭയങ്കര പിടുത്തം വരും ആ ഭാഗത്ത് കേട്ടോ. അപ്പോൾ 21 കൂടുതൽ എടുക്കരുത്. ഒന്നുകിൽ 19, 20, 21 അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് ഈ ഹിപ്പിൻ്റെ തന്നെ റൗണ്ട് എടുക്കണം. അതെടുക്കാൻ വേണ്ടി നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുത്ത പോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് ടേപ്പ് പിടിച്ച് ഇതിൻ്റെ മറുഭാഗം വരെ എടുക്കണം. അപ്പോൾ എത്ര കിട്ടി? 20 അര കിട്ടി. 20 അര കിട്ടി. അപ്പോൾ കറക്റ്റ് നമുക്ക് ഹിപ്പ് റൗണ്ട് 20 അര എഴുതി, അല്ലെ 20.5 എഴുതണം. നമുക്ക് അടുത്തത് എഴുതാനുള്ള സ്ലിറ്റിൻ്റെ റൗണ്ട്. അത് നമുക്ക് താഴെ ഈ ഭാഗത്താണ് നമുക്ക് സ്ലിറ്റിൻ്റെ റൗണ്ട് വരുന്നത്. ആ റൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. സ്ലിറ്റിൻ്റെ റൗണ്ട് ഈ ഭാഗത്തു നിന്ന് ടേപ്പ് പിടിച്ചിട്ട് മറുഭാഗത്തോട്ട് നമുക്ക് റൗണ്ട് എടുക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടി? 22 അര. അങ്ങനെ 22 അര നമുക്ക് സ്ലിറ്റിൻ്റെ റൗണ്ട് കിട്ടി. എത്ര കിട്ടി? 22 അര കിട്ടി. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്. അപ്പം നമുക്ക് സ്ലീവ് എന്ന് എടുക്കണം. നമുക്കപ്പം സ്ലീവ് എടുത്തിടാം. നമുക്കാദ്യം ചുളിവില്ലാതെ സ്ലീവ് ഒന്ന് നിവർത്തി ഇങ്ങനെ ഇടുക. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കാം. ഈ സ്ലീവിൻ്റെ നമ്മൾ മുമ്പത്തെ ആ സ്റ്റിച്ചിങ് വരത്തില്ലേ, ആ ഷോൾഡറും സ്ലീവും തമ്മിലുള്ള സ്റ്റിച്ചിങ് വരും. ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് താഴോട്ട് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കണം. എത്ര കിട്ടി? കറക്റ്റ് 13 അര ഇഞ്ചുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്. അപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 അര ഇഞ്ച്. അങ്ങനെ സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ റൗണ്ട് എടുക്കണം. ഇതാണ് സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ റൗണ്ട്. ആ റൗണ്ട് നമുക്കൊന്ന് ടേപ്പും കൊണ്ട് റൗണ്ടേ ഒന്ന് എടുക്കാം. ഇങ്ങനെ ആ വളഞ്ഞു പോകുന്നത് പോലെ നമ്മൾ ടേപ്പും കൊണ്ട് വളച്ച് നമുക്കിതിൻ്റെ റൗണ്ട് ഒന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ റൗണ്ട് കിട്ടുന്നത് 9 ഇഞ്ച്. മുകൾ ഭാഗത്തെ സ്ലീവിൻ്റെ റൗണ്ട് കിട്ടുന്നത് 9 ഇഞ്ച്. ഇനി താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് നമ്മുടെ താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട്. താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് ഇതിനകത്തിൽ 5.5 ഇഞ്ച്. അപ്പോൾ താഴത്തെ സ്ലീവിൻ്റെ റൗണ്ട് 5.5 ഇഞ്ച്. ഇനി നമുക്കിതിൻ്റെ ഷോർട്ട് സ്ലീവ് കണ്ടുപിടിക്കണം. ഷോർട്ട് സ്ലീവ് എന്ന് പറയുന്നത് എത്രയാണ്? ഷോർട്ട് സ്ലീവ് എന്ന് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഒരു ഷോർട്ട് സ്ലീവ് ആയിട്ടുള്ള ഒരു ചുരിദാർ എടുത്തു കഴിയുമ്പോൾ നോക്കണം അതിനകത്തിലെ ഷോർട്ട് സ്ലീവ് എത്രയാണ്. ചെറിയ കൈയുള്ള ചുരിദാറുണ്ടല്ലോ, അതിൻ്റെ ലെങ്ത് എടുത്താൽ മതി. ഇപ്പം ഞാൻ 6 ഇഞ്ച് അങ്ങോട്ട് എടുക്കും. ഷോർട്ട് സ്ലീവ് എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണെന്ന് വിചാരിക്കുക. ആ 6 ഇഞ്ചിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കണം. ഷോർട്ട് സ്ലീവിൻ്റെ വണ്ണവും കൂടി എടുക്കുമ്പോൾ അതിവിടെ കിട്ടുന്നത് 6 ഇഞ്ച്. അപ്പം ഷോർട്ട് സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ 6 ഇഞ്ച് എഴുതി, അതിൻ്റെ വണ്ണവും 6 ഇഞ്ച് എഴുതി. ഇത്രയും അളവുകളാണ് നമുക്കൊരു ചുരിദാർ തയ്ക്കാൻ വേണ്ട അളവുകൾ എന്ന് പറയുന്നത്. ഇതിനകത്തിൽ നമുക്കിനി എന്നിട്ട് ഒരു തുണി എടുത്ത് അതിനകത്തിൽ വെട്ടുമ്പം ഇതിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ അളവുകളെല്ലാം എഴുതിയ പോലെ അടുത്ത വീഡിയോയിലാണ് നമ്മളിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അളവുകളെല്ലാം ഒന്ന് എഴുതി സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.